അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് തത്വം. ഇപ്പോൾ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലോ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലൊക്കെ ഐസിസും ഒസൈറസും അവരുടെ കിരീടത്തിലും അവരുടെ കങ്കണത്തിലൊക്കെ തർപ്പങ്ങളാണ്. അതേമാതിരി ഇപ്പോൾ തുരിത എന്ന് പറയുന്നൊരു ദേവതയുണ്ട്. ആ തുരിത ദേവതയ്ക്ക് അഷ്ടനാഗങ്ങളെ ശരീരത്തിൽ ആഭരണങ്ങളാക്കി വെച്ചിരിക്കുന്നതായിട്ട് ആണ് ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസെൻഷ്യലി ഒരു എക്സിസ്റ്റൻസിനെ ബേസിക്കായിട്ട് വേണ്ടതായിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് സർപ്പങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ സർപ്പങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ഞാൻ കുറച്ചും പറഞ്ഞ മാതിരി ദാമ്പത്യമാണ്. അതിന് ലൈംഗികമായിട്ടുള്ള ശേഷിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഈ നാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയും സർപ്പങ്ങളുടെ രൂപമാണ് ഏകദേശം അതുമാതിരി ഇരിക്കും നമ്മൾ സ്പേമിൻ്റെ ആകൃതി. അപ്പോൾ അപ്പം നമ്മൾ ഈ സെക്ഷൽ പൊട്ടൻസിയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെമൻ്റെ പൊട്ടൻസിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനെ മൊബിലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ സർപ്പത്തിൻ്റെ മൂവ്മെൻറ്റ് മാതിരിയാണ് ഈ സെമൻ്റെ മൂവ്മെൻ്റ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി തന്നെ എനർജിയും അങ്ങനെയാണ്, ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ആണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന പ്രാണശക്തിയെ തന്നെയാണ് ഈ നാഗങ്ങളെ കൊണ്ട് വീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പൂതിയായിട്ട് അത് എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ നാഗങ്ങളെ കുണ്ടലിനി ശക്തി ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അസ്ഥാനത്ത് അല്ലെങ്കിൽ ദുസ്ഥാനത്ത് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നാഗദോഷം അല്ലെങ്കിൽ സർപ്പദോഷം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ ഏത് ഭാഗത്താണോ ഈ എനർജിയുടെ ഇത് ബ്ലോക്കായി നിൽക്കുന്ന ആ എനർജി സോഴ്സ് അവിടുത്തെ ആരാധാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആധാരത്തിന് ബേസ് ചെയ്തിട്ട് അവിടെയാണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നതിൽ ആധാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൂലാധാരത്തിൽ ഗണപതി ഉണ്ടെന്ന് പറയും. അതുമാതിരി 6 ആധാരങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദേവതകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവതകളെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതിന് വേണ്ടതായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് ഈ അകത്തിരിക്കുന്ന എവിടെയാണോ ഈ സർപ്പങ്ങളുടെ ശക്തി ബ്ലോക്കായി കിടക്കുന്നത് അല്ലെങ്കിൽ പ്രാണശക്തി ബ്ലോക്കായി കിടക്കുന്നത് ആ ശക്തിയിൽ നമ്മൾ ആ ബ്ലോക്കുകളെ റിമൂവ് ചെയ്തിട്ട് ഒരു ഫ്രീ ഫ്ലോ, എനർജിയുടെ ഫ്രീ ഫ്ലോ ഉണ്ടാക്കാനാണ് ഈ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണത്തിന് ഇപ്പോൾ സർപ്പബലി ചെയ്യുന്ന സമയത്ത് 100 പാലും ചെയ്യാറുണ്ട്, ഒരു വഴിപാട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ 100 പാലും ചെറിയ അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും അതിൻ്റെ അകത്ത് നമ്മൾ തേന്, ബാക്കി പിന്നെ മലര്, കദളിപ്പഴം ഇത് മിക്സ് ചെയ്തിട്ട് അതിന് പ്രധാനമായിട്ട് വരുന്നത് ഈ കമുകിൻ്റെ പൂക്കുലയാണ്. അപ്പോൾ ഈ കമുകിൻ്റെ പൂക്കുലയാണ് മിക്കവാറും സർപ്പങ്ങളുടെ പൂജകൾക്കെല്ലാം, അത് അർച്ചിക്കാനാണെങ്കിലും ശരി അലങ്കാരത്തിനാണെങ്കിലും ശരി 100 പാലുമാണെങ്കിലും ശരി അതിലും പ്രധാനപ്പെട്ട ഐറ്റമായിട്ട് വരുന്നു. ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കമുകിൻ പൂക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കയുടെ മരമാണല്ലോ കമുകെന്ന് പറയുന്നത്. അപ്പോൾ വെറ്റിലപ്പാക്ക് ആണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു അഫ്രോഡസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെറ്റില മുറുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ ലിബിഡൽ എനർജീനെ ഉത്തേജിപ്പിക്കാൻ ശക്തിയുള്ള ഒരു പദാർത്ഥമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഈ കാമത്തിൻ്റെ പൂവിൽ മുഴുവൻ വിറ്റമിൻ ഇ ഉണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പൂജ ചെയ്തിട്ട് ഇതിൻ്റെ പ്രസാദമായിട്ട് ഈ വ്യക്തിക്ക് സർപ്പദോഷം നിവർത്തിക്കായിട്ട് ഈ 100 പാലിൻ്റെ പ്രസാദം എടുത്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ കൊടുത്ത ശേഷം ഈ പ്രസാദം ഇദ്ദേഹം ഉള്ളിൽ സ്വീകരിക്കുന്ന സമയത്ത് ഇതിൽ ഈ പ്രാണിക് എനർജി അല്ലാതെ നമ്മളുടെ ആത്മീയമായിട്ടുള്ള മന്ത്രത്തിൻ്റെ ചൈതന്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പുറമേ നടക്കുന്ന റിച്വൽസിൻ്റെ എല്ലാം ഇഫക്റ്റ് നമ്മളുടെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസാദം സേവിക്കണം. അത് ശംഖിൽ നിന്നുള്ള ജലതീർത്ഥമാവാം, പൂക്കളാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിവേദ്യമാവാം. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ നാഗങ്ങളുടെ പൂജയിൽ ഈ സർപ്പബലി ചെയ്യുന്ന സമയത്ത് 100 പാലും കൊണ്ടുള്ള അത് തർപ്പണം ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയ വശം അതാണ്. നമ്മളുടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു രോഗത്തിന് കാരണമായിട്ട് ഇപ്പോൾ സ്കിൻ ഡിസീസിന് ഒരു രോഗത്തിന് അതിലൊരു ഫിസിക്കലായിട്ടൊരു റീസൺസ് ഉണ്ട്. ഈ സർപ്പങ്ങൾ സൂക്ഷ്മതലത്തിലുള്ള ഈ സർപ്പങ്ങൾ പഴിച്ചാലും നാഗങ്ങൾ രാഹുകേതുക്കൾ പഴിച്ചാലും ഇങ്ങനെ വരാറുണ്ട്.
പിന്നെ ഈ ഡെർമറ്റോളജിയെ വെച്ച് ചെക്ക് കഴിഞ്ഞാൽ മനസ്സിൻ്റെ സംഘർഷണവും അതിൻ്റെ മനസ്സിൻ്റെ ക്വാളിറ്റിയും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് സ്കിന്നിലാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഒരാളുടെ മുഖം നോക്കി അല്ലെങ്കിൽ കണ്ണ് നോക്കി നാവ് നോക്കിയൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ടല്ലോ. അതുമാതിരി നമ്മുടെ സ്കിന്നിന് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു സ്റ്റേറ്റസ് എന്താണോ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ രോഗത്തിന് ഇപ്പോൾ ഒരു ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ബാഹ്യമായിട്ടുള്ള ചികിത്സയും വേണ്ടി വരും. അതേമാതിരി തന്നെ സൂക്ഷ്മത്തിലുള്ള ഈ സർപ്പ പൂജകളും അതിൻ്റെ ആയിട്ടുള്ള റിച്വൽസും വേണ്ടി വരും. Oh